നീന്ന് പോയില്ലേ? ഇല്ല. ഒരു ദിവസം പോവായിരുന്ന നിനക്ക് എത്ര രൂപയാ നഷ്ടമെന്നറിയാവോ? എനിക്ക് ഇഷ്ടം പോലെ ലീവ് ഉണ്ടടാ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ദിവസം നിനക്ക് ആർ ടി ഓഫീസിൽ നിന്നും പിരിയുന്ന ചീച്ചി. അത് നീ എന്നെ ഒന്ന് വെച്ചതാണല്ലോ. ഏതാടി ബൈക്ക്? അതൊക്കെ കിട്ടി. പുറകെ ആള് വരുമോ? ഒരാളും വരില്ല. മാരുതിയെ ഫോളോ ചെയ്യാൻ ചെക്കിംഗ് ഇൻസ്പെക്ടർക്ക് കമ്പനി അനുവദിച്ച ബൈക്കാ. അപ്പൊ നീ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ വെച്ച് കാച്ചല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഇനി അയാളോട് ആ പെണ്ണിനെ കുറിച്ച് പറയുമ്പോ കുറച്ചുകൂടി ഡോസ് കൂട്ടി പറയണം. അപ്പൊ നിനക്ക് ബൈക്കല്ല, അയാള് ക്വാർട്ടേഴ്സ് വരെ അനുവദിച്ചു തരൂടാ. നീ ഏതായാലും ആ പെണ്ണിന്റെയും ഫോട്ടോയുടെയും കാര്യമൊന്നും ആരോടും പറയരുത്. എല്ലാം വളരെ സീക്രട്ട് ആയിരിക്കണം. നില്ലേ, ഞാനാരോട് പറയാനൊന്നും പോണില്ല. പക്ഷെ എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണം. പെണ്ണിനെ ഒന്ന് കാണണം. അത് വേണ്ടട്ടാ. നിനക്ക് അപ്പുറത്തെ വസുമതിയും സുമതിയും ഒക്കെ മതി. മതി മതി. ഹലോ, 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 ഹലോ. പ്രകാശോ, എപ്പോ വന്നു? എന്തായി നോക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെച്ചിരുന്ന ആവശ്യത്തിന് നോക്കുമ്പോ കാണൂല. സമാധാനായിട്ട് നോക്കിയാ കിട്ടും. ഇരിക്കൂ, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. എപ്പോഴും ഈ സാരി തന്നെ യൂസ് ചെയ്യണമെന്നില്ല. സിറ്റിയല്ലേ, ഇവിടെ കുറച്ച് മോഡേൺ ഡ്രസ്സും ആവാം. സാൽവാർ കമ്മീസോ ചുരിദാറോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. വേണ്ട, എനിക്കതൊക്കെ ഇട്ടാല് ഒരുതരം വീർപ്പുമുട്ടല. മുണ്ടും നേരിയതോ എനിക്കിഷ്ടം. അതെപ്പോഴും പറ്റാത്തോണ്ട് സാരി വരെ ഓക്കെ. അതിനപ്പുറം ഞാൻ ഇല്ലേ ഇല്ല. ലേറ്റസ്റ്റ് ഫാഷനിലുള്ള സൽവാർ കമ്മീസ് ധരിച്ച ആ പെൺകുട്ടി കാറിൽ നിന്നും ഇറങ്ങി. കുറച്ച് മോഡേൺ ഡ്രസ്സാ, സുമിക്ക് വേണ്ടി വാങ്ങിയതാ. ഇതാ, കാപ്പി കുടിക്കൂ. സാർ വന്നിട്ട് അധികം നേരമായോ? വരുന്ന വഴിക്കൊരു ഭയങ്കര ജാഥ. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാ സാറേ. ഞാൻ പിന്നെ അത് കാരണം ചുറ്റി. താൻ പറഞ്ഞ സമയത്ത് ഒരിക്കലും ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ സാർ എനിക്ക് ചെക്കിംഗ് ഇൻസ്പെക്ടർ ആകേണ്ടി വന്നത്. എന്തായി? അവര് തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള പ്രേമമാണ് സാർ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ പട്ടാപ്പകല് ചുട്ടുപൊള്ളുന്ന മണലത്ത് ആ ഫോട്ടോ വെച്ച് കടപ്പുറത്ത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. സത്യമാണ് സാറേ. അവിടെ നിന്ന് അവർ നേരെ പോയത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഇല്ലേ, അവിടുത്തെ അശോക ഫ്ലാറ്റ്സിന്റെ പുറയിലത്തെ ആളൊഴിഞ്ഞ റോഡിലേക്കാ. സത്യത്തിൽ സന്തോഷം കൊണ്ട് എനിക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നുന്നു. എന്തെത്ര സന്തോഷിക്കാൻ? ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആർക്കാ സന്തോഷം ഉണ്ടാകാത്തത്? ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാലാഖയും കൊണ്ട് ഇങ്ങനെ പറക്കുമായിരുന്നു. എന്നിട്ട് പറന്ന് പറന്ന് നോക്കത്താ ദൂരത്ത് ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. മതി മതി, ആരെങ്കിലും കാണും. കാണട്ടെ. കാണുക മാത്രമല്ല, എല്ലാവരും കേൾക്കെ ഞാൻ ഉറക്കെ വിളിച്ച് പറയാൻ പോവാ. എന്തു പറയും? My sweetie, I love you.
ഓഫീസിൽ വിളിച്ചപ്പോ പ്രകാശ് നേരത്തെ പോയിന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോയത്? എന്താ ഓഫീസ് വിട്ട് എനിക്ക് വേറെ പോകാൻ പാടില്ലേ? അതല്ല, പ്രകാശ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാനില്ലാതെ നീ എങ്ങും പാറില്ലേ? കല്യാണിമേ, കാപ്പി എടുക്ക. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടാണോ ദേഷ്യപ്പെടുന്നത്? ഇന്ന് എന്തു പറ്റി പ്രകാശിന്? ദേഷ്യത്തിലാണല്ലോ. ഇന്ന് മാത്രമല്ല, കുറെ ദിവസമായിട്ട് ഇങ്ങനെയാ. നൂറൂട്ടം കാര്യങ്ങളല്ലേ തലയില്. ആ, കാപ്പി എടുത്തോ. എന്താ ഈ നേരത്ത്? ഞാൻ കാപ്പി എടുക്കാൻ പറഞ്ഞിരിക്കുക. ബോംബെ പോകുന്നു പറഞ്ഞിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താ അന്ന് തുടങ്ങിയതാ ഈ മൂഡ് ഔട്ട്. അവിടെ ഡെൽറ്റ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടെങ്കിലും പറഞ്ഞൂടെ? മുകുന്ദ ജനാർദ്ദന. ആഹാ, കാപ്പി കുടിക്കുന്ന സമയത്ത് ബ്രാൻഡിയാണോ കുടിക്കുന്നത്? ഈ പ്രായത്തിലെ ഈ സന്ധ്യ സമയത്ത് ഇതൊന്നും കഴിച്ചൂടാ, ചങ്ക് വാടിപ്പോവും. പ്രകാശ, മോനെ പ്രകാശ, 2 ദിവസമായിട്ട് എന്റെ ശരീരത്തിന് ഭയങ്കര വേദന, ഉറക്കമില്ല. ഞാൻ അത് കഴിച്ചോളാം, മോൻ ഇത് കഴിച്ചോളാം. എടാ, നിനക്ക് ഞാൻ പറഞ്ഞത് വല്ലോ മനസ്സിലായി? സ്നേഹം മനസ്സിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല, അത് തുറന്നു പറയണം. ഇത്രയും ദിവസം നീ അവളെ പുറകെ നടന്നിട്ട് പേര് പോലും അറിയില്ല എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. അതിനൊരു അവസരം ഉണ്ടാകണ്ടേ? അവസരം നീ ഉണ്ടാക്കണം. നാളെ തന്നെ നീ അവളെ ചെന്ന് കാണണം. അവളോട് 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കണം. പതിയെ പതിയെ അവളുമായി അടുക്കണം. എങ്കിലേ നിനക്ക് അവളുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിയൂ. ആ ചെറുപ്പക്കാരൻ അവളുടെ കാമുകനാണെങ്കിൽ തന്നെ നിനക്കെന്താ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ അയാൾ നിന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടർ ആക്കിയത്? ആ കുട്ടിയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല ധരിച്ചത്. നിന്റെ ധാരണ തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അയാൾ അവളുടെ കാമുകനായിരിക്കരുതേ എന്നൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഒന്ന് പോടാ. അയാൾ നിന്നെ ഏൽപ്പിച്ച എൻക്വയറി പൂർത്തിയാക്കി ആ ജോലി എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ അയാൾ വിശ്വസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ഉറപ്പാ. ഹംസേ, ആ ചെറുപ്പക്കാരൻ അവളുടെ കാമുകൻ തന്നെ ആയിരിക്കോ? ഒന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് കാറിനടുത്ത് വരെ വന്ന് ടാറ്റ പറഞ്ഞു എന്ന് വെച്ച് കാമുകനാണോന്നുണ്ടോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. അങ്ങനെയാകാനാണ് വഴി. പിന്നെ നിന്റെ മനസമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ കാമുകനല്ലെന്ന് വിചാരിച്ചോ. ഇനി എന്തായാലും അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും.